എല്ലാവർക്കും നമസ്കാരം. ഇന്നും മാർക്കറ്റ് ഒരു ഇൻസ്റ്റേബിലിറ്റിയിൽ തന്നെയായിരുന്നു. സെഷനൊടുവിൽ റെഡിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇന്നലെയും മാർക്കറ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ മാർക്കറ്റ് വാർത്തകൾക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞങ്ങളൊരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വകകളും അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് ഞങ്ങൾ പങ്കുവച്ച കാര്യങ്ങളാണ്. കൂടുതലൊന്നും നമ്മുടെ ട്രേഡർമാരെ വെറുപ്പിക്കാതെ അത്യാവശ്യം ചില കാര്യങ്ങൾ മാത്രമാണ്. ഇൻട്രാഡേ സ്റ്റോക്കുകൾ, അതുപോലെ ഇന്ന് സ്വല്പം വാർത്തകളെ ഷെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ, സമയപരിധി കൊണ്ട്. അതേപോലെ സാമ്പിളിനായി ഞങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടും അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഇന്ന് രാവിലെ ട്രേഡിംഗ് ആരംഭിച്ചപ്പോൾ സെൻസെക്സ് 0.46%, അതായത് 383 പോയിൻ്റ് ഉയർന്ന് 83,799 എന്നുള്ള ഒരു റേഞ്ച് എത്തിയിരുന്നു. നിഫ്റ്റി 25,563 എന്നുള്ള ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചു. എന്നാൽ മോർണിംഗിലുണ്ടായിരുന്ന ആ ഒരു ബുള്ളിഷ്നെസ് പെട്ടെന്ന് തന്നെ സെൻസെക്സ് കൈവിട്ടു. 0.20% ഇടിഞ്ഞ്, അതായത് 170 പോയിൻ്റ് ഇടിഞ്ഞ് 83,239 അതുപോലെ നിഫ്റ്റി 0.19% ഇടിഞ്ഞ് 25,405 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 48 പോയിൻ്റ് നെഗറ്റീവിലാണ്. പ്രധാനമായും ഇന്ത്യ US ട്രേഡിംഗ് ഡീലിലെ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ FISന്റെ സെല്ലിംഗ് കണ്ടിന്യൂ ആയി തുടരുന്നു. മാത്രമല്ല നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ന് മാർക്കറ്റ് ചെറിയ ഒരു ഇടിവിന് കാരണമായിട്ടുണ്ട്. ഈ ഇറക്കുമതി ചുങ്കത്തിൽ നിന്ന് ഇളവുകൾ തേടുകയാണ് നമ്മുടെ രാജ്യം. പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫുകൾ പ്രാബല്യത്തിൽ വരുന്ന ജൂലൈ 9 എന്ന സമയപരിധിക്ക് മുമ്പ് ഒരു കരാറിലെത്താൻ കഴിയാത്തത് മാർക്കറ്റിൽ കൂടുതൽ സൈഡ് വേക്ക് കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ തന്നെ നമ്മൾ ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്താണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജൂലൈ 9 വരെ മാർക്കറ്റ് ഒരു സൈഡ് വേ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ മോഡിലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെയും ഇന്നൊക്കെ ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സാമാന്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ 1,561 കോടി രൂപയുടെ സ്റ്റോക്കുകളാണ് നമ്മുടെ FIS വിറ്റഴിച്ചത്. അവരുടെ ഈ സ്ട്രോങ് സെല്ലിങ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വലിയ പ്രഷറാണ് കൊടുക്കുന്നത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 8 പൈസ കുറഞ്ഞ് 85.70 ക്ലോസ് ചെയ്തത്. US ഡോളർ VS രൂപ നിരക്കിലെ ഇടിവും വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. സെഷനിലെ ലാസ്റ്റ് ഹവറുകളിൽ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തതും ഇന്ന് ഒരു നെഗറ്റീവിലേക്ക് പോകാൻ കാരണമായി. ബ്രോഡർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡ് ക്യാപ് 100 പോസിറ്റീവ് ബയസുമായി ഫ്ലാറ്റായി ക്ലോസ് ചെയ്തു. അതേസമയം നിഫ്റ്റി സ്മോൾ ക്യാപ് 100 0.26% ഇടിഞ്ഞ് റെഡിലാണ് ക്ലോസ് ചെയ്തത്. 0.89% ഇടിഞ്ഞ് നിഫ്റ്റി PSU ബാങ്കാണ് ഏറ്റവും കൂടുതൽ സെക്ടറൽ ബേസിൽ ബാക്കിലായത്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, UCO ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്നിവയുടെ സെല്ലിംഗ് ആണ് ഇതിന് പിന്നിലുള്ള കാരണം. അതേപോലെ നിഫ്റ്റി മെറ്റൽ, അതുപോലെ റിയാലിറ്റി, ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ് എന്നിവയും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ, ആട്ടോ, ഫാമ, ഓയിൽ ആൻഡ് ഗ്യാസ്, FMCG എന്നിവ പോസിറ്റീവിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. സെൻസെക്സിലെ 30 സ്റ്റോക്കുകളിൽ 19 എണ്ണവും ഇന്ന് റെഡിലാണ്. കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ബജാജ് ഫിൻസർവ്, ബജാജ് ഫിനാൻസ്, അദാനി പോർട്സ്, ട്രെൻഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. മാരുതി സുസുക്കി, ഇൻഫോസിസ്, അതുപോലെ NTPC, ഏഷ്യൻ പെയിൻറ്റ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, എറ്റേണൽ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയതും. അതേസമയം ഇന്ത്യ വിക്സ് 0.48% കുറഞ്ഞ് 1238 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ 3 ദിവസത്തെ റാലിക്ക് ശേഷം ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ തുടങ്ങിയതാണ് മാർക്കറ്റ് അല്പമായി താഴത്തേക്ക് വരാനുള്ള കാരണം. മാത്രമല്ല നമ്മുടെ സൺഡേ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ തമ്പുനയിൽ തന്നെ അതാണ്, ഒരിക്കലും നെക്സ്റ്റ് വീക്ക് 26,000 എത്താൻ കഴിയില്ല നിഫ്റ്റിക്ക് എന്നുള്ളത്. കാരണം
സൈക്കോളജിക്കലി ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളാണ് ആഗോളതലത്തിലുള്ളത്. അതിൽ മെയിനായിട്ടും റെസിപ്രോക്കൽ താരിഫ് തന്നെയാണ്. ഇന്ത്യയും US തമ്മിലുള്ള ആ ഒരു ഡീൽ ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് എത്തുന്ന പക്ഷം ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്നും റിവേഴ്സൽ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇന്ത്യ US ട്രേഡിംഗ് ഡീൽ ഉടൻ പ്രഖ്യാപിക്കപ്പെടുമെന്ന ആ ഒരു വിശ്വാസത്തിൽ എക്സ്പോർട്ടിംഗ് ഐറ്റമായ ആട്ടോ ഫാർമ കമ്പനികളുടെ സ്റ്റോക്കുകൾ ഇന്ന് ഗണ്യമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഓട്ടോ സ്റ്റോക്കുകളിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ബോഷാണ്. ഏകദേശം 6% ഇന്ന് ആ സ്റ്റോക്ക് ഉയർന്നത് 34,400 രൂപയിലെത്തിയിട്ടുണ്ട്. അതുപോലെ ഹീറോ മോട്ടോകോപ്പ്, മാരുതി സുസുക്കി സ്റ്റോക്കുകൾ 1% നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. തുടർന്നും ഈ സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ നിഫ്റ്റി ഫാമയിൽ നാറ്റ്കോ ഫാമയാണ് 5% ഉയർന്ന് 970 രൂപയിലെത്തി കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. അജന്ത ഫാമ ഓഹരികൾ 3.5% നേട്ടമുണ്ടാക്കിയപ്പോൾ IPCA ലാബ്സ് സ്റ്റോക്കുകൾ ഏകദേശം 3% ഉയർന്നിട്ടുണ്ട്. അതുപോലെ അപ്പോളോ ഹോസ്പിറ്റൽസ്, ഹീറോ മോട്ടോകോപ്പ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ്സ്, ONGC, മാരുതി സുസുക്കി തുടങ്ങിയ ഓഹരികളും ഇന്ന് നേട്ടത്തിലായിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഏപ്രിൽ-ജൂൺ ക്വാർട്ടർലി റിസൾട്ട് പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയർന്നിട്ടില്ല. ഈ സ്റ്റോക്ക് ജൂലൈ 9 ശേഷം നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഇന്നത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യാൻ പറഞ്ഞതിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് നിഫ്റ്റി വാച്ച് ചെയ്യാം. നിഫ്റ്റിയിൽ നമ്മൾ സപ്പോർട്ടായിട്ട് പറഞ്ഞത് 25,360 നമുക്ക് ഇന്ന് ആക്റ്റീവായിട്ടില്ല. അതേസമയം 25,505 എന്നുള്ള ആ ഒരു ലെവൽ നോക്കൂ. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,508 ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോയി. അതായത് നമ്മുടെ റെസിസ്റ്റൻസിന് മുകളിൽ പോയി 25,537 എന്നുള്ള ഐ ക്രിയേറ്റ് ചെയ്ത് ആ ക്യാൻഡിൽ തന്നെ നേരെ താഴെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,435 നെക്സ്റ്റ് മൂന്നാമത്തെ ക്യാൻഡിൽ നമുക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഹൈയിൽ ക്ലോസ് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഇവിടെ നോക്കി റെഡിൽ ക്ലോസ് ചെയ്തു. വീണ്ടും നമുക്ക് ഇവിടെ ബൈ ചെയ്യാനുള്ള ഒരു സൂചനയാണ് ലഭിച്ചത്. നമ്മൾ ഇവിടെ നിന്ന് ബൈ ചെയ്തു. പിന്നീട് ഇൻഡെക്സ് പോയത് കേവലം 30 പോയിൻ്റ് മാത്രമാണ്. ഒരു പക്ഷേ നിങ്ങൾ എടുത്തവർ ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല പ്രോഫിറ്റ്. കാരണം 30 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് എക്സ്പയറി ഡേ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രീമിയം ഹണ്ടിങ് ഉണ്ടാവും. തീർച്ചയായും അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും. നിങ്ങൾക്കിന്ന് അത് നിഫ്റ്റി എടുത്തവർക്ക് ലോസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ റെസിസ്റ്റൻസ് ലെവലിനും താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ട്രേഡ് എടുത്തതിന് ശേഷം ഈ റെസിസ്റ്റൻസ് ലൈനിന് ശേഷം പോയി നമ്മൾ ട്രേഡ് എടുത്ത് വീണ്ടും തിരിച്ച് താഴേക്ക് വന്ന് ഈ റെസിസ്റ്റൻസ് ലൈൻ താഴത്തേക്ക് തന്നെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ എക്സിറ്റ് അടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമുക്കിന്ന് ആക്റ്റീവ് ആയിട്ടില്ല. സെൻസെക്സിലും നിഫ്റ്റിയിലും ഏകദേശം ഒരേ തരത്തിലായതുകൊണ്ട്, പക്ഷേ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയർ ആയതുകൊണ്ട് സെൻസെക്സിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, നിഫ്റ്റിയെ പോലെ തന്നെ നോക്കൂ, അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നു. തേർഡ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കേണ്ട ഒരു ഘട്ടം വന്നു. കാരണം നമ്മൾ എന്തായാലും എടുക്കും. ആ ഒരു സ്ട്രാറ്റജിയാണല്ലോ നമ്മുടേത്. അപ്പോൾ ഇതിൽ 139 പോയിൻ്റ് അല്ലെങ്കിൽ 130 പോയിൻ്റ് റാലി നടത്തിയിട്ടുണ്ട്. ഇതിൽ ട്രേഡർമാരായി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഒരുപക്ഷെ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരുണ്ടാവാം, അല്ല ഹോൾഡ് ചെയ്തുള്ളവർ ഇവിടെ വന്ന് എക്സിറ്റ് അടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നേരത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർക്ക് ചെറിയ പ്രോഫിറ്റോടുകൂടി ഇറങ്ങിയിട്ടുണ്ടാവാം. ഹോൾഡ് ചെയ്തവർ ഇന്ന് ഇതിലും നഷ്ടത്തിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്തരത്തിലാണ് ട്രേഡിംഗ് നടന്നിരിക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റോ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാനോ കഴിയില്ല. ട്രേഡർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ലാഭമാണെങ്കിൽ അല്ലെങ്കിൽ 2 ദിവസം ലാഭമാണെങ്കിൽ ഒരു ദിവസം നഷ്ടം സംഭവിക്കും. പക്ഷേ നമുക്ക് കൂടുതലായും ഇവിടെ ഒന്നില്ലെങ്കിൽ നമ്മുടെ ലെവലുകൾ ആക്റ്റീവ് ആവാത്തത്, അതായത് നമ്മുടെ ക്യാപിറ്റൽ സേഫ്, അതല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ്, ഈ 2 കാര്യങ്ങളാണ് നടക്കാറുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് ചെറിയ നഷ്ടത്തിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് നാളെ സെൻസെക്സിൽ 83,850 83,860 റേഞ്ച്
വാച്ച് ചെയ്യാം. വേണ്ട, ഒരുപാട് താഴെ വന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സോണ് നാളെ വാച്ച് ചെയ്യാം. സെൻസെക്സിൽ 83 അത് നാളെ നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ വരയ്ക്കാൻ അല്പം ചെറിയൊരു പ്രയാസം തോന്നുന്നുണ്ട്. നമുക്ക് ഈ ഒരു റേഞ്ചിൽ വരികയാണെങ്കിൽ തന്നെ ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമുക്ക് എടുക്കാം. 83,850 ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ മാത്രം എൻട്രി എടുത്ത് പോകാം. അങ്ങനെ എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ലെവലുകൾ വേറെയുണ്ട്. പക്ഷേ 200 പോയിൻറ്റിന് മുകളിലുണ്ട് ആ ഒരു ഗ്യാപ്പ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വാച്ച് ചെയ്യാം. സപ്പോർട്ട് 83,150 നമ്മൾ പറഞ്ഞത്. അത് അല്പം താഴത്തേക്ക് വെച്ച് ഈ ഒരു സോണിൽ വാച്ച് ചെയ്യാം. 82,950 ഓക്കെ. അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് ലെവൽ 56,520 ഈ ഒരു റേഞ്ച് എത്തട്ടെ, എന്നിട്ട് എൻട്രി എടുത്താൽ മതി. അതല്ലെങ്കിൽ അല്പം മുകളിൽ ഇവിടുന്ന് തന്നെ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. 56,570 ഓക്കെ. 56,570 സപ്പോർട്ടും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് നോക്കാം. 57,110. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ട് ലെവൽ ഈ ഒരു സോണിൽ വെക്കാം. 25,290. അതായത് 25,300 എന്നുള്ളത് ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ ഈ ഒരു റേഞ്ച് പറഞ്ഞല്ലോ, 25,560 അതിന് അടുത്ത് വന്നിട്ടാണ് ഇന്ന്. അതിനെ ടച്ച് ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ ഏതായിരുന്നാലും നാളെ നമുക്ക് സേഫായി തന്നെ 25,290 ഇത് ബ്രേക്ക് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. റെസിസ്റ്റൻസ് ആയിട്ട് 25,590 ഓക്കെ. അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ ലെവലുകൾ നാളെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് എൻട്രി എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി നേരത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് ഹോൾഡ് ചെയ്യുകയോ എക്സിറ്റ് അടിക്കുകയോ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.